ഓ എന്റെ മോനെ അടിപൊളി അടിപൊളി അമ്മൂമ്മേനെ ഇപ്പൊ പൊന്നേനെ അമ്മൂമ്മ മാറ്റിച്ചേരെ കണ്ടു താറുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഭയങ്കര കുന്തൽ ഭാഗത്താ ഒരുപാട് താറിന്റെ അവസരങ്ങൾ കാണുന്നുണ്ട് ഇപ്പൊ ചാടി ചാടി പോകുന്ന മുയലി മാമ മിന്നും പാനേറ്റാലേ നെഞ്ച് ചേർന്നാലേ കണ്ണിലൊന്നെ വൈറ്റ് താൻ കയറ്റ് കൊണ്ടാലേ അപ്പോ നമ്മുടെ വെഞ്ഞാറോട് മേൽപ്പാലത്തിന്റെ പണി തുടങ്ങിയല്ലോ. ഇനി എത്ര കൊല്ലം കഴിയുമാണ് തുടങ്ങുമോ അങ്ങനെ ഇനി എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ പണി പൂർത്തിയാവുന്നതെന്നും ചോദിച്ചറിഞ്ഞൂടാ. എത്രയും പെട്ടെന്ന് ആവട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും സംഭവം കലക്കി വരാതിരിക്കുന്നതിനേക്കാൾ എത്ര ഭേദമാണല്ലോ ഒത്തിരി വൈകിയാലും വരുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് വെഞ്ഞാറോടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ബസ്സും കാര്യങ്ങളൊന്നും ഇതുവഴി പോകില്ലേട്ടാ. സ്റ്റാൻഡിൽ കയറിയിട്ട് കറങ്ങിയൊക്കെയാണ് പോണത്. എന്തായാലും 5 hour പണി നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നടന്നേ എല്ലാവർക്കും തിരക്കില്ലാതെ വെഞ്ഞാറോട് വഴി പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശുഭ സായാഹ്നം. ഓവർ ബ്രിഡ്ജ് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ വന്ന് നമുക്കൊക്കെ ആ പാലത്തിൽ കൂടെ ഓടിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇൻട്രസെപ്റ്റർ അവിടെ വൈകി കൊണ്ടിട്ട് ഒളിഞ്ഞ് ഇന്ന് ക്യാമറ ഓണാക്കി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഓവർ സ്പീഡാണോ ഹെൽമെറ്റിനോ എന്തിനാണെന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും വണ്ടികളെ കൊണ്ടിട്ട് പിടിക്കുന്നുണ്ട്. ശിവസായന ഇൻട്രസെപ്റ്ററെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും മൊത്തം തിരക്കാം. ഇവിടെ നിന്ന് ഭയങ്കര ഫ്രീ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. ഇവിടെ നിന്ന് വഴിയിൽ ചോടുന്നുണ്ട് കേട്ടോ. ഇത്രയും പൂർണ്ണമായിട്ട് ഇവിടെ ക്ലോസ് ചെയ്യും. രാത്രിയാണ് പണി മൊത്തം നടക്കുന്നത്. അമ്മൻ്റെ വീശൽ ഒരു രക്ഷയല്ല കിണ്ണം. ഞാൻ ഓട്ടോക്കാറോ എല്ലാത്തിൻ്റെ ഇടയിലും പെട്ടാൻ വെക്കും. കയറി വാന്നാ വണ്ടികളെ വരി വരി വരിയായി കസാറ്റികൾ നേരായായി. എന്ത് തിരക്കാൻ നോക്ക്. ഇവന്തൊരു 3 വരിപ്പാതെ 3 4 വരിപ്പാത. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ 4 വരിപ്പാത കാണുന്നത്. യോഗ്യനെ കൊടുത്ത് വണ്ടി വരാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ റോട്ടിൽ ഇത്രയും ഒരു ഇത് കാണുന്നത്. 4 വരിപ്പാത ആയിട്ട് കാണുന്നത്. കൊള്ളല്ല. ശുഭസായാഹ്നം എല്ലാവർക്കും.